അവർ ഇത്രയും ഭാഗമേ പറയത്തുള്ളൂ. ഈ റെഡ് ലൈൻ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഈ റെഡ് ലൈൻ ഇട്ടിരിക്കുന്ന ഭാഗം മാത്രമേ പറയത്തുള്ളൂ. അവർ പറയുന്നത് ഇതാ നേരെ ആ വഴി നേരെ ഇങ്ങ് പോരുന്നു, മാനസാന്തരമില്ല, പകരം ഹോള് മാറും, ആള് മാറൂല. ശ്രദ്ധിക്കേ, ആ ഹോള് മാറും. നേരത്തെ വിഗ്രഹങ്ങളിലുള്ള ഒരു ഹോളിലായിരുന്നു, ഇന്ന് വിഗ്രഹങ്ങളില്ലാത്തൊരു ഹോളിലാണ് ആരാധന. നേരത്തെ കൈ കെട്ടിയായിരുന്നു ആരാധന, ഇന്നിപ്പോൾ കൈ കൊട്ടിയാണ് ആരാധന. അപ്പോൾ ഹോള് മാറി, ആള് മാറിയില്ല. ആ ലൈൻ നേരെ ഇങ്ങോട്ട് എർത്തിലെ മിനിസ്ട്രി ഉണ്ട്, സുവിശേഷീകരണം ഉണ്ട്, അത് ഭൂമി ചെയ്യേണ്ടതാണ്, അതുണ്ട്. അതിൻ്റെ നേരെ ഇതാ ആളുടെ ശരീര ശവപ്പെട്ടിയിൽ ഇതാ ഭൂമിയിൽ അടിയുന്നു, ആളുടെ സോള് നേരെ തീപ്പയിലേക്ക് പോകുന്നു. കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ അറിയുന്നില്ല, ഈ ലെവലിലേക്ക് പോകുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നീ കൈയടിക്ക്, നീ ആരാധിക്കൊന്നും അല്ല പറഞ്ഞത്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ കർത്താവ് പറയുന്നത് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്, നിന്റെ ആ ലൈൻ മാറ്റ്, മനസ്സിന് അന്തരം വരുത്ത്, 180 ഡിഗ്രി യൂട്ടേൺ എടുക്കുക എന്നാണ് പറഞ്ഞത്. അത് ആ ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റൂ, യേശുവിനെ കേൾക്കാൻ പറ്റൂ. യേശുവിനെ കേട്ടാൽ മാത്രമേ, ആത്മാവിനെ കേൾക്കുന്നവർക്ക് മാത്രമേ ജയജീവിതം കിട്ടത്തുള്ളൂ, സബ്ഡ്യൂ ലൈഫിലേക്ക് വരത്തുള്ളൂ. ഭൂമിയിലെ കുടുംബം കൊണ്ട് ഈ 3 സ്റ്റെപ്പ് മാത്രമേ നടക്കത്തുള്ളൂ. സ്വർഗീയ കുടുംബത്തിലാണ് കീഴടക്കലും ഭരണവും നടക്കുന്നത്. അമ്മേ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ, ലോർഡ് ഐ ലവ് യു. ഇതാ നമ്മൾ ആ യാത്ര അത് വേറെ രീതിയിൽ വെച്ചതേ ഉള്ളൂ. ഇത് ഒരു റോഡാണ്. ആ റോഡിനെ ഇതാ വേറൊരു രീതിയിൽ വെച്ചിരിക്കുകയാണ്. ആ റോഡ് നേരെ വന്നു. യേശു ബർത്ത്ഡേ മുതൽ നമ്മൾ ആരംഭിച്ചു, തുടർന്ന് ആ റോഡ് നേരെ വന്നു. ആ റോഡിൻ്റെ പേരാണ്, നമുക്ക് റോഡുകൾക്ക് പേരത്തില്ലേ, ഞങ്ങളവിടെ ഷെയ്ഖ് സെയ്ദ് റോഡ്, ഇവിടെ MG റോഡ്, ഇതൊക്കെ പേരിടാറുണ്ട്. ആ റോഡിന് ഇതാ സ്പിരിച്വൽ റോഡിന് പേരിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഡൈയിങ് ലൈഫ് റോഡ്, മരിക്കുന്ന ഒരു റോഡാണത്. ഇപ്പോഴുള്ള ജീവിതം ഇറ്റ്സ് എ ഡൈയിങ് ലൈഫ്, അത് മരിക്കാനുള്ള ജീവിതമാണ്. ഇറ്റ്സ് എ ഡൈയിങ് ലൈഫ് റോഡ്. ആ ഡൈയിങ് ലൈഫ് റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതാ 60, 70 ഏറിയാൽ 80, അതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. അതിനു മുമ്പ് ആ റോഡ് തീരും. ഇതാ ഒരു നദിയാണ്. ആ നദിയിലൂടെ ചെന്ന്, ആ പാലത്തിലൂടെ ചെന്ന്, ആ ഡൈയിങ് ലൈഫ് റോഡിലൂടെ ചെന്ന് അവിടെ വീഴുന്നത് പോലെ ആളുകൾ വീണുകൊണ്ടേയിരിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ, അപ്പച്ചന്മാരും മുതൽ ചെക്ക് ചെയ്തോ, എല്ലാവരും വീണില്ലേ, ഇതേപോലെ നമ്മൾ വീഴാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു റോഡുള്ളപ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായിട്ട് പറഞ്ഞു, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഞാൻ വഴിയൊരുക്കിയിട്ടുണ്ട്, കാൽവരി ക്രൂശിലൂടെ നിനക്കൊരു പുതിയ വഴി ഒരുക്കിയിട്ടുണ്ട്, നീ മാനസാന്തരപ്പെടുക. അങ്ങനെ നാം മാനസാന്തരപ്പെട്ടാൽ നമുക്ക് ഉടനെ റോഡ് മാറിക്കേറാം. ആ റോഡ് മാറിക്കേക്കുന്ന ആ റോഡിൻ്റെ പേരാണ് ഡെത്ത്ലെസ് റോഡ്. ഡെത്ത്ലെസ്, മരണമില്ലാത്ത റോഡ്. ഡെത്ത്ലെസ് റോഡ്, മരണമില്ലാത്ത റോഡ്. ആ റോഡിലേക്ക് നമുക്ക് മാറിക്കയറാം. കുഞ്ഞുങ്ങളെ, മാനസാന്തരപ്പെട്ടവർക്ക് ആ റോഡിലേക്ക് കയറാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട ആ റോഡിലേക്ക് കയറുവാൻ തയ്യാറെടുത്തോളുക. അല്ലാതെ ഭൂമിയിലെ ഒരു സുവിശേഷീകരണം കൊണ്ട് മാത്രം ഒതുങ്ങി ഞാൻ മനുഷ്യരുടെ മുമ്പിൽ എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാതെ, അത് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അപ്പോൾ തന്നെ ഒരു മാനസാന്തരത്തിൻ്റെതായ വഴി ഇതാ നമ്മുടെ അകത്തുണ്ടോ എന്ന് നോക്കുക. പബ്ലിക് നോക്കുമ്പോൾ കാണത്തില്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അതുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ റോഡ് മാറി കയറിയാൽ, ഡെത്ത്ലെസ് റോഡിലൂടെ കയറിയാൽ, അതാണ് പുതിയ വഴി കർത്താവ് ഉണ്ടാക്കിയത്. അത് ന്യൂ ക്രിയേഷൻ്റെ റോഡാണ്. ആ റോഡിലൂടെ നമുക്ക് പോകാം. അല്ല എങ്കിൽ മത്തായി 7:21, 22, 23 ദൈവദാസന്മാർ, വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട സുവിശേഷീകരണ പ്രവൃത്തിയിൽ പ്രവർത്തിച്ച വിശ്വാസികൾ, ദൈവദാസന്മാർ, ഇതാ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയത്തില്ലെന്ന് പറഞ്ഞതുപോലെ തള്ളപ്പെട്ടു പോകുന്ന പോലെ പോകുവാനായിട്ട് ഇടയാകും. ഇവിടെ വന്ന് നേരെ താഴേക്ക് തീപ്പൊയ്കയിലേക്ക് വീഴുവാനായിട്ട് ഇടയാകും. എന്നാൽ പ്രിയരെ, കർത്താവ് നമ്മളെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി. ഈ മണ്ണിലല്ല നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്. ഇതാ നമ്മൾ ആ കറപ്റ്റബിളിലല്ല പ്രത്യാശ വെക്കേണ്ടത്. നമ്മൾ ഒരു കുടുംബത്തിൽ അപ്പൻ, അമ്മ, 2 മക്കളുണ്ടെങ്കിൽ അവർ 3 വെറും 3 മൺകൂടാരങ്ങൾ മാത്രമാണ്. മണ്ണിനെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആളെയാണോ സ്നേഹിക്കുന്നത്? പക്ഷേ നിങ്ങൾ മണ്ണിനാണല്ലോ കൊടുക്കുന്നത്, മണ്ണിന് മാത്രമാണല്ലോ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്ന ആളെയാണെന്ന്, നിങ്ങളുടെ ചിന്തയിലെ ആള് മണ്ണാണ്. മണ്ണല്ല ആള്, മണ്ണിൻ്റെ ഉള്ളിൽ ആളുണ്ട്. മണ്ണല്ല ആള്, മണ്ണിൻ്റെ ഉള്ളിൽ ആളുണ്ട്. ഒരു വീട്ടിൽ അപ്പൻ, അമ്മ, 2 കുട്ടികളുണ്ടെങ്കിൽ ഇതാ അപ്പൻ, ശ്രദ്ധിച്ചേ, ഇതാ ഒരു മൺകൂടാരമാണ്. ഭാര്യ, അമ്മ ഒരു മൺകൂടാരം, 2 കുട്ടികൾ ഓരോ മൺകൂടാരങ്ങളാണ്. ശ്രദ്ധിക്കുക, ഇതാ അപ്പൻ 80 കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഏകദേശം 35 കിലോ മണ്ണാണ് അപ്പൻ. ഗ്ലോറി, പകുതിയിലധികം വെള്ളമാണ്, 5-6 ലിറ്റർ ബ്ലഡ് ഉണ്ടാകും, തുടർന്ന് ഏകദേശം 35 ലിറ്റർ ഇതാ മണ്ണാണ്. ഭാര്യ 70 കിലോ തൂക്കം ഉണ്ടെങ്കിൽ 30 കിലോ മണ്ണാണ്. മക്കൾക്ക് 40 കിലോ ഒരാൾക്ക് തൂക്കം ഉണ്ടെങ്കിൽ 15 കിലോ മണ്ണാണ്. ഇതേ രീതിയിൽ ഇങ്ങനെ ഇതാ മണ്ണിനാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, മണ്ണിനാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത്, ഇതാ മണ്ണിൻ്റെ ഭാവിയാണ് നിങ്ങൾ നോക്കുന്നത്. മണ്ണിലേക്ക് പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മണ്ണല്ല, അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്, അതാണ് സോള്. ആ വ്യക്തിയുടെ രക്ഷയാണ് നമുക്ക് ആവശ്യം. ഗ്ലോറി, അതുകൊണ്ട് മറന്നു പോകരുത് പ്രിയരെ. നിങ്ങൾ അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത്, ആർ യു ലവിങ് ഡസ്റ്റ്
ഓർ യുവർ ഫെലോ ബീങ്സ്? റിയലി അവരുടെ സോളിനെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, അവരുടെ ബോഡിയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? അമ്മേ, ഇതാ ശ്രദ്ധിച്ച്, ഇവിടെ വിസ്ഡം ലൈൻ ആൻഡ് ഫൂളിഷ് ലൈൻ, ഇതാ സ്പിരിച്വൽ റോഡ്സ്. ഈ സ്പിരിച്വൽ റോഡുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഡൈയിങ് ലൈഫ് റോഡ്, നമ്മൾ ഓൾറെഡി കണ്ടു. അവിടെ സിഗ്നലുണ്ട്. മാർക്കോസ് 1-ന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, മാർക്കോസ് 1:15. അവിടെ ഒരു സിഗ്നൽ വെച്ചിട്ടുണ്ട് കർത്താവ്. ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. ഗോസ്പൽ ഓഫ് ദ കിങ്ഡത്തിൽ നമുക്ക് വേണ്ടത് കയ്യടിയല്ല, ആരാധനയല്ല. അവിടെ പറയുന്നു മാനസാന്തരപ്പെടുക. ഗ്ലോറി. ആ മാനസാന്തരം, മനസ്സിനെ അന്തരം നാം വരുത്തണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റൂട്ടിന് മാറി നമ്മൾ ഡെത്ത്ലെസ് റോഡിലേക്ക് കയറണം, മരണമില്ലാത്ത റോഡിലേക്ക് കയറണം. എന്നാൽ നേരെ പോയാൽ ആ റോഡിന്റെ പേര് വേറെയാണ്, എഗെയിൻ ഡൈയിങ് റോഡ്. ഡൈയിങ് ലൈഫ് റോഡ്, അതോടൊപ്പം തന്നെ എഗെയിൻ ഡൈയിങ് റോഡ്, വീണ്ടും മരിക്കുന്ന റോഡ്. മരിക്കുന്ന റോഡിൽ നിന്ന് മാനസാന്തരമില്ലാതെ നാം മുന്നോട്ടേക്ക് പോയാൽ വീണ്ടും മരിക്കുന്ന റോഡിലേക്ക് കയറും. ആ വീണ്ടും മരിക്കുന്ന റോഡാണ് രക്ഷിക്കപ്പെട്ടു, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ രക്ഷിക്കപ്പെട്ടു. വീണ്ടും പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, ആത്മാവിനെ അനുസരിക്കാതെ ജഡത്തെ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അതാണ് എഗെയിൻ ഡൈയിങ് റോഡ്. അതിന്റെ പേരാണ് രണ്ടാം മരണം. ജയിക്കുന്നവന്, അതായത് ഇവിടെ ഡൊമിനിയൻ ലൈഫിൽ ജയിക്കുന്നവന് രണ്ടാം മരണത്തെ ദോഷം വരത്തില്ല, പക്ഷെ ജയിക്കാത്തവന് രണ്ടാം മരണത്തെ ദോഷം വരും. അതിന്റെ അർത്ഥം മാനസാന്തരപ്പെട്ടവന് രണ്ടാം മരണത്തെ ദോഷം വരത്തില്ല, മാനസാന്തരപ്പെടാത്തവന് രണ്ടാം മരണത്തെ ദോഷം വരും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ ഉണ്ടൊരു ഗോസ്പൽ അക്കോർഡിംഗ് ടു ദ വേൾഡ്. യേശു രക്ഷകനായി സ്വീകരിക്കുക, സ്നാനപ്പെടുക, സഭയിൽ ചേരുക, അവസാനം കൈയടിച്ചോളുക, പൊക്കോളുക, അടുത്തവരെ നേടുക. അങ്ങനെ അനേക കുരുടന്മാർ കുരുടന്മാരെ നേടുന്നു. കുരുടനെ വഴി നടത്തുന്നു. ദേവദാസന്മാരും ജനങ്ങളും ഒരുമിച്ച് കുഴിയിൽ വീഴുന്നു. കർത്താവ് പറയുന്നു, നീ തന്നെ അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം മതത്തിൽ അവരെ ചേർക്കുന്നു. ചേർത്ത ശേഷം നീ അവരെ നിന്നേക്കാൾ ഇരട്ടിച്ച നരക യോഗ്യർ ആക്കുന്നു. അതേ രീതിയിൽ നാം ഓടാതെ കർത്താവ് പറഞ്ഞു, എന്താ നിനക്ക് വേണ്ടത്? മാനസാന്തരം. മാനസാന്തരം പുറത്ത് നടക്കുന്നതല്ല, മാനസാന്തരം അകത്ത് നടക്കുന്നതാ. മാനസാന്തരം അകത്ത് നടന്നാൽ നമ്മുടെ പുറത്തെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ കാര്യങ്ങൾ നാം മറന്നു പോകരുത്. നാം നേരെ പോയി ഇവിടെ ഈ തീപ്പൊയ്കയിൽ അവസാനിക്കാൻ ഇടയാകരുത്. നാം ഒരു മാനസാന്തരത്തോടെ നാം മാറണം. ഇത് കേട്ടത് ഒരു ഇൻഫോർമേഷനായി മാത്രം തീരാതെ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ ജീവനായി തീരട്ടെ. നമ്മുടെ ഏക ലക്ഷ്യം ദൈവരാജ്യം അവകാശമാക്കുക, അവിടെ എസ്റ്റാബ്ലിഷ് ആകുക. ഇന്നേ അതിനുവേണ്ടി നല്ലൊരു ഫൗണ്ടേഷൻ ഉറപ്പിക്കുക. ഗ്ലോറി. ഇവിടെ നിങ്ങൾക്കിനി വേണ്ടത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്. എന്താ പ്രാധാന്യം? ജ്ഞാനം തന്നെ പ്രധാനം. അതുകൊണ്ട് നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ വചനങ്ങൾ ഇത്ര ദിവസം കേട്ടു. ഇതെല്ലാം നിങ്ങൾക്ക് ജ്ഞാനം തരുവാനായിട്ട് ഇടയാകും. ഇത് നിങ്ങൾ ഈ സമയങ്ങളിൽ 3 ദിവസം കർത്താവ് അമൂല്യമായ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകി. ഗ്ലോറി. ഇതിൻ്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഞങ്ങളുടെ ജയം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവാത്മാവ് പറയുന്ന കേൾക്കാൻ പറ്റണം. നിങ്ങൾക്ക് ദൈവാത്മാവ് പറയുന്ന കേൾക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് ഇവിടെ ഡെയിലി ബ്രെഡ് ഒരുക്കിയത്. ഈ ഡെയിലി ബ്രെഡ് 2 ദിവസം ഇവിടെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ മറ്റുള്ള തിങ്കളാഴ്ച മുതൽ നടക്കുന്ന ധ്യാനത്തിന് ഡെയിലി ബ്രെഡ് 5 ദിവസം ഉണ്ടാകും. 6 ദിവസം മീറ്റിംഗ് 5 ദിവസം ഡെയിലി ബ്രെഡ് ഉണ്ടാകും. നിങ്ങൾ അവർ ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ആത്മാവിനെ കേൾക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജയമാണ്. പിന്നെ അതൊരു ഡൊമീനിയൻ ലൈഫാണ്. പിന്നെ അത് സബ്ഡ്യൂ ലൈഫാണ്. അപ്പോൾ പ്രിയരെ, നിങ്ങൾ ഇവിടുന്ന് പോയാലും ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട് ഇടയാകണം. ദിവസവും രാവിലെ ആദ്യം തന്നെ മറ്റുള്ളവരായിട്ട് ഇടപെടുന്നതിന് മുമ്പ് ലോകത്തോട് ഇടപെട്ടാൽ ഉടനെ മഞ്ഞ അപ്രത്യക്ഷമാകും. വെയിൽ ഉദിച്ചാൽ മഞ്ഞ തീരും. ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് വന്നാൽ മഞ്ഞ അപ്രത്യക്ഷമാകും, കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ദൈവം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കരച്ചിലോടെ നിങ്ങൾ എഴുന്നേൽക്കുക. അപ്പാ, ഇന്നത്തെ ആഹാരം എനിക്ക് തരണമേ എന്നുള്ള കരച്ചിലോടെ എഴുന്നേറ്റുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം തുറന്ന് വായിക്കുക. ഗ്ലോറി. ദൈവം തരും. അത് നിങ്ങളുടെ പുസ്തകത്തിൽ, അതിനുവേണ്ടി സെപ്പറേറ്റ് പുസ്തകം മാറ്റി വയ്ക്കുക. അതിൽ എഴുതുക. അത് ഓരോ ഭക്ഷണത്തിന് മുമ്പും, ഭൗതിക ഭക്ഷണത്തിന് മുമ്പും അത് നിങ്ങളുടെ മെമ്മറിയിൽ കൊണ്ടുവന്ന് ധ്യാനിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വളർത്തുവാനായിട്ട് ഇടയാകും. നിങ്ങൾക്ക് ജ്ഞാനം അതിലൂടെ ലഭ്യമാകാനായിട്ട് ഇടയാകും. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അല്പസമയമാണ്. ഗ്ലോറി. കേൾക്കേണ്ടത് നിങ്ങൾ കേട്ടു, അറിയേണ്ടത് നിങ്ങൾ അറിഞ്ഞു, സത്യം നിങ്ങൾ അറിഞ്ഞു. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇത് നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അകത്ത് പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ അകത്ത് ഓൾറെഡി ചിലത് ദൈവം ചിന്തകൾ തന്നു കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ഇന്നതാ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ചിന്തകൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. അത് സത്യം അറിഞ്ഞിട്ട് സത്യത്താൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. ആ സ്റ്റെപ്പുകളിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാട്ടെ.
ആ സ്റ്റെപ്പുകളിൽ മുന്നോട്ടേക്ക് പോയട്ടെ. ഇതെൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ ചിന്ത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഓൾറെഡി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തകൾ തന്നു കഴിഞ്ഞു. അതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയട്ടെ. ഇനിയും ആത്മാവ് പറയുന്നത് നിങ്ങളുടെ അകത്ത് നിന്ന്, ത്രൂ മീ വേണ്ട, നിങ്ങളുടെ അകത്ത് നിന്ന് തന്നെ കേൾക്കാം. ഗ്ലോറി. കാരണം എൻ്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ആ ആത്മാവ് പറയുന്നത് കേട്ട് മുന്നോട്ടേക്ക് പോകാം. ഈ സമയത്ത് തന്നെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുള്ളപ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജീവനായിട്ട് വ്യാപരിക്കും. ആ സമയം തന്നെ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മോശ ജോഷുവയുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് ജോഷുവ ജ്ഞാനപൂർണനായി തീർന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ജനത്തെ നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. അത് ദൈവത്തിൻ്റെ ആത്മാവാണ് തരുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനു മുമ്പ് ദൈവസനം നിങ്ങളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കർത്താവേ, കഴിഞ്ഞ കാലം നിങ്ങൾ ആരാകട്ടെ, എങ്ങനെയാകട്ടെ, ഇതൊന്നും കർത്താവിന് വിഷയമില്ല. ഇന്ന് വചനം കേട്ടു. എങ്ങനെ നിങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്നു, അതനുസരിച്ച് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാണ്. താഴ്മയുള്ളവർക്ക് കർത്താവ് അധികം കൃപ കൊടുക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഈ സമയം ഇനി ഞാനുമായിട്ടല്ല നിങ്ങളുടെ ബന്ധം, കർത്താവുമായിട്ടാണ് ബന്ധം. ഞാനൊരു ഡ്രൈവർ മാത്രമാണ്. യജമാനെ എൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കുന്നു, ഈ ശരീരം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ യജമാനനുമായി കൂട്ടിയോജിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല, നിങ്ങളുടെ ശരീരം കർത്താവിൻ്റെതാണ്. കർത്താവ് ശരീരത്തിനുള്ളത്. നിങ്ങളുടെ സകല വിഷയങ്ങളും മാറ്റേണ്ടത് ആ കർത്താവ് അതിന് തയ്യാറുമാണ്. നിങ്ങളുടെ വിഷയം